നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. മികവാർന്ന കഥാപാത്രങ്ങളിലൂടെ അഭിനയ രംഗത്ത് മലയാള സിനിമയിൽ തന്റേതായ കയ്യൊപ്പ് പതിച്ച പാർവതി തിരുവോത്ത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം കൂത്താട്ടുകുളത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ഷഹദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഫിലിം പ്രൊഡക്ഷൻ ബാനറിൽ അർജുൻ സെൽവിയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. പ്രശസ്ത നടി പാർവതി തിരുവോത്തിന് കൂത്താട്ടുകുളത്ത് സ്വീകരണം നൽകി. സുരേഷ് കുമാർ പാതിരായ്ക്കൽ, ടോം കീപ്പാറയിൽ, രഞ്ജിത് രാജൻ, കെൻ കെ മാത്യു, ലോട്ടസ് തുടങ്ങിയവർ സ്വീകരണത്തിൽ പങ്കെടുത്തു. വേഷത്തിലും പോലീസ് യൂണിഫോമിലുള്ള വേഷത്തിലും തെലുങ്ക് സിനിമയിൽ ഞാൻ DGP ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ദാറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്. അതൊരു ഹൊറർ ത്രില്ലർ ഹൊറർ ജോണറായിരുന്നു. പക്ഷേ ഇതിൽ പോലീസ് സ്റ്റേഷനിലായിട്ടും ഒരു കുണ്ടനിട്ട് എന്നിട്ടുള്ളൊരു ജോണറിൽ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ക്യാരക്ടർ വൈസ് ഭയങ്കരമായിട്ട് ഒന്നും കൂടുതൽ പറയാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് എ മിസ്റ്റീരിയസ് ഫിലിം. പക്ഷേ നമ്മളിങ്ങനെ ഈ സീറ്റിൻ്റെ എഡ്ജിലിരുത്തി കാണുന്ന അതുപോലെയാണ് നല്ലോണം തുന്നിയെടുത്തിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഹൗ ഓഡിയൻസ് വിൽ ഫൈൻഡ് ഇറ്റ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രൂഫായിട്ട് തോന്നുന്നത് നമ്മുടെ സെറ്റിലുള്ള ടീം മെമ്പേഴ്സ് തന്നെ എന്തൊരു ബ്രില്യൻ സ്ക്രിപ്റ്റല്ലേ എന്ന് അന്യോന്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം. അവരാണ് ആദ്യത്തെ പ്രേക്ഷകർ. ആക്ച്വലി നമ്മൾ അഭിനയിക്കുമ്പോഴും ഒരു ഷോർട്ട് വിളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ സീൻ വായിക്കുമ്പോഴും അവരാണ് നമ്മുടെ ആദ്യത്തെ ഒരു എന്താ പറയുക ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഐ ഫീൽ ദാറ്റ് എവരിവൺ ഈസ് വെരി എക്സൈറ്റഡ് ആൻഡ് ത്രിൽഡ് അബൌട്ട് ദിസ് മൂവി. സോ ആ ഒരു വിശ്വാസത്തിലും അതിൻ്റെ ഒരു എനർജിയിലും നമ്മൾ തുടങ്ങാം. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഇങ്ങനെ ഒരു വേഷത്തിന് വേണ്ടി? മൈ ക്യാരക്ടേഴ്സ് നെയിം ഇസ് അലീന. അലീനയുടെ ബാക്ക് സ്റ്റോറി ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരെവിടെ നിന്ന് വരുന്നു, അവരുടെ കുടുംബജീവിതം എന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണെന്നുള്ളതാണ്. അപ്പം പോലീസ് വേഷത്തിനുപരി അതിനുള്ള ബോഡി ലാംഗ്വേജിലുള്ള പ്രിപ്പറേഷൻസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കലായിട്ട് വൈ ഷീസ് ലൈക്ക് ദിസ് എന്നുള്ളതിൻ്റെ വർക്കായിരുന്നു എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്. അതൊന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ഒരു ഔട്ട്സൈഡിൻ്റെ അപ്രോച്ചാണ്. ഇതിൽ കുട്ടേട്ടനുണ്ട് അല്ലേ, സിദ്ധാർത്ഥ്, മാത്യു. അപ്പോൾ അങ്ങനെ ഒരു ജനറേഷൻ വൈസ് നോക്കിയ ഒരു പല കാറ്റഗറിയോടൊപ്പം തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? മാത്യുവിനൊപ്പം എങ്ങനെയാണ് പുതിയ? ഐ ഹാവ് നോട്ട് വർക്ക് വിത്ത് ഐ ഡോണ്ട് തിങ്ക് എനി ഓഫ് ദം. ഉണ്ണിമായ ചേച്ചിയുടെ കൂടെ എനിക്കൊന്ന് വൈറസിൽ ഓബിയസ്ലി സീൻസ് ഇല്ല. സോ പക്ഷേ ആരുടെ കൂടെ ഞാൻ ഇതിന് മുമ്പേ ആക്ച്വലി വർക്ക് ചെയ്തിട്ടില്ല. സോ ഐ എം വെരി എക്സൈറ്റഡ് ടു സീ ഹൗ ദാറ്റ് വിൽ ബി. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും വർക്ക് ഞാൻ പല സിനിമകളിലും കണ്ട് ആസ്വദിച്ചിട്ടും അഡ്മയർ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫാൻ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ അവരിൽ നിന്ന് എനിക്ക് എന്തെടുക്കാൻ പറ്റും, അവരുടെ എനർജിയിൽ നിന്ന് എനിക്ക് എത്ര അപ്പുറത്തോളം എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ